ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നഴ്സിംഗ് ആസ്പിറൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. MCQ ഡിസ്കഷൻ ആണ്. ഡെയിലി MCQ ഡിസ്കഷൻ്റെ 24ാമത്തെ പാർട്ടാണിത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് പഠിക്കുക. മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ അപ്പിയർ ചെയ്യണം, എങ്ങനെയാണ് കറക്റ്റ് ഓപ്ഷനിൽ എത്തിച്ചേരേണ്ടത് എന്നൊക്കെ മനസ്സിലാകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻക്ലക്സ് ബേസ്ഡ് ആയിട്ട്, അതായത് എന്താ പറയുക, എൻഹാൻസിനും എയിംസിനും ഒക്കെ ചോദിക്കുന്ന ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഓരോ വർഷം കഴിയുന്നവരും ഓരോ എക്സാംസ് കഴിയുന്നവരും എക്സാംസിന്റെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആപ്ലിക്കേഷൻ ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അത്തരത്തിലുള്ള ഒരു എക്സാം നിങ്ങൾ എങ്ങനെ നേരിടണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇച്ചിരി ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും റെഗുലർ ആയിട്ട് വീഡിയോസ് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസോ കറക്ഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നഴ്സിംഗ് ആസ്പിറൻസ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട്. താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഒഴികെ പല കുട്ടികളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ നഴ്സിംഗ് ആസ്പിറൻസ് ട്രിവാൻഡ്രം എന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The nurse employed in the emergency room is responsible for triage of 4 clients injured in a motor vehicle accidents. Which of the following clients should be receive priority in care? അപ്പം ഒരു മോട്ടോർ ആക്സിഡന്റ് നടന്ന് വന്ന 4 പേഷ്യൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മൾ ഏത് പേഷ്യന്റിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് കെയർ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. എ 10-year-old വിത്ത് ലാസറേഷൻസ് ഓഫ് ദ ഫേസിൽ ലാസറേഷൻ ഉള്ള കുട്ടി. 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് സ്റ്റേർണൽ ബ്രൂസസ് ഉണ്ട്. സ്റ്റേർണൽ ബ്രൂസസ് ആണ്. അടുത്തത് 34-year-old ആയിട്ടുള്ള ഒരാള് ഫ്രാക്ചേർഡ് ഫിമർ ആണ്. 50-year-old വിത്ത് ഡിസ്ലൊക്കേഷൻ ഓഫ് ദ എൽബോ. അപ്പൊ എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന എങ്ങനെയാണ്, നമ്മൾ ബ്രീത്തിങ് ആയിട്ട് അല്ലെങ്കിൽ ചെസ്റ്റ് ഏരിയയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കായിരിക്കും നമ്മൾ എപ്പോഴും എന്താ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അതായത് ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള കെയർ ആണ് നമ്മൾ ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ. ബാക്കിയുള്ളതും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇവിടെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എന്താണ്, സ്റ്റേർണൽ ബ്രൂസസ് ഉള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ഞാനൊരു കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കഴിഞ്ഞ വീഡിയോസിനെ പോലെ ഇപ്പൊ ഇവിടെ തരുന്നില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് തിയറി ക്ലാസ്സസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യാം. MCQs ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെ ആൻസറിൽ എത്തി എന്നുള്ളത് മാത്രം പറയാം. Okay, next video in the explanation. A 50-year-old with a sternal bruising should be seen first because injury to his chest might have resulted in fractures. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? സ്റ്റേർണൽ ബ്രൂസിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? അവിടെ ആ കുഞ്ഞിന് ചെസ്റ്റ് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഫ്രാക്ചേഴ്സ്, റിബ് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, റിബ് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തിന് ചാൻസ് ഉണ്ട്? അവിടെ ലങ് ഡാമേജും അത് ഓക്സിജൻ റെസ്പിറേഷനെ എന്ത് ചെയ്യാം, എഫക്ട് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് സ്റ്റേർണൽ ബ്രൂസിങ്ങിന് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Second question: which roommate would be most suitable for the client newly diagnosed with the myasthenia gravis? Myasthenia gravis ഡയഗ്നോസ് ചെയ്ത ഒരു പേഷ്യന്റ് കൂടെ നമുക്ക് ഒരു സെമി പ്രൈവറ്റ് റൂം ആണെങ്കിൽ 2 പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു റൂമാണ്. മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യന്റ് ആണ് ഒന്ന് എങ്കിൽ നമ്മൾ ഏത് പേഷ്യന്റിന്റെ കൂടെ ആ പേഷ്യന്റ് കൂടെ അഡ്മിറ്റ് ചെയ്യും? ഡയബറ്റീസ് ഉള്ള പേഷ്യന്റ് ആണോ, എക്സാസർബേഷൻ ഓഫ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ള പേഷ്യന്റ് ആണോ, വീനസ് സ്റ്റാസിസ് അൾസർ ആണോ, ബ്രോങ്കൈറ്റിസ് ആണോ? ഏത് പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക? ഓപ്ഷൻ എ, ഡയബറ്റീസ് ഉള്ള പേഷ്യന്റിനെയാണ് നമ്മൾ മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യന്റ് കൂടെ അഡ്മിറ്റ് ചെയ്യുക. കാരണം ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യന്റ് കൂടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ്, ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ആണ്. ബ്രോങ്കൈറ്റിസ് ആയാലും വീനസ് സ്റ്റാസിസ് അൾസർ ആയാലും അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയാലും അവിടെ എന്താണ്, അവിടെ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഡയബറ്റീസ് പേഷ്യന്റാണ് നമ്മൾ മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യന്റ് കൂടെ അഡ്മിറ്റ് ചെയ്യുക. എന്താ ഇവിടെ rational ആണ്. The client newly diagnosed with the myasthenia gravis will be treated with intravenous steroids. Steroids കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവാം. steroids പോകുന്ന പേഷ്യന്റ് ആയിരിക്കാം. അവിടെ എന്താണ് പോസിബിൾ
റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ആണ് മൈസ്തീനിയ ഗ്രാവിസിൽ. സ്റ്റിറോയിഡ്സ് പോകുമ്പോൾ നമ്മുടെ റിസ്കിനുള്ള ഇൻഫെക്ഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ ഒന്നും നമ്മൾ മൈസ്തീനിയ ഗ്രാവിസ് പേഷ്യന്റിനോട് അഡ്മിറ്റ് ചെയ്യാതെ ഡയബറ്റീസ് ഉള്ള പേഷ്യന്റിനാകുമ്പോൾ ലെസ് റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ആണ് അല്ലെ. അതുകൊണ്ടാണ് ഡയബറ്റീസ് പേഷ്യന്റ് റൂമിൽ അഡ്മിറ്റ് ചെയ്തത്. Third question, which observation indicates that a student nurse needs further teaching? അപ്പോൾ ഒരു സ്റ്റുഡന്റ് നഴ്സിന് ഫർദർ ടീച്ചിങ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പോയിന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇനിയും, അതായത് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ, ആ സ്റ്റുഡന്റ് നഴ്സ് പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് തെറ്റായ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ എന്ത് വീണ്ടും പഠിപ്പിക്കേണ്ടി വരുന്നത് അല്ലെ, ഫർദർ ടീച്ചിങ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കും. The student places the client in a supine position to read the manometer. പേഷ്യന്റിന്റെ മാനോമീറ്റർ റീഡ് ചെയ്യാൻ വേണ്ടി പേഷ്യന്റ് supine position ആണ് അവിടെ കൊടുക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ, the student places the zero reading of the manometer at the phlebistostatic axis. Phlebistostatic axisൽ സീറോ റീഡിംഗ് ആണ് ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്റ്റുഡന്റ് instruct the nurse to perform the Valsalva maneuver during CVP reading. സെൻട്രൽ വീനസ് പ്രഷർ റീഡ് ചെയ്യുന്ന സമയത്ത് Valsalva maneuver മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പേഷ്യന്റിനോട് ഇൻസ്ട്രക്ട് ചെയ്യുന്നു. Valsalva maneuver വേണ്ടതാണോ? എന്താണ് Valsalva maneuver? ഡീപ് ബ്രീത്ത് എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് അല്ലെ, അതിനെയാണ് Valsalva maneuver എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ CVP റീഡ് ചെയ്യുന്ന സമയത്ത്? ഓക്കെ, ഓപ്ഷൻ ഡി കൂടെ നോക്കാം. The student records CVP reading as the level noted at the top of the meniscus. മെനിസ്കസിന് മുകളിലായിട്ട് നോട്ട് ചെയ്ത ലെവലാണ് CVP റീഡ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അതിലേതാ കറക്റ്റ് ഓപ്ഷൻ? അതായത് തെറ്റ്, കുട്ടി പറഞ്ഞതിൽ, സ്റ്റുഡന്റ് നഴ്സ് പറഞ്ഞതിൽ തെറ്റായിട്ടുള്ള കാര്യം എന്താണ്? ഓപ്ഷൻ സി ആണ്. നമ്മൾ CVP റീഡ് ചെയ്യുന്ന സമയത്ത് നോർമൽ റെസ്പിറേഷൻ ആയിരിക്കണം, Valsalva മാനുവറിന്റെ ആവശ്യം ഇല്ല. അല്ലെങ്കിൽ റെസ്പിറേഷൻ ഹോൾഡ് ചെയ്യേണ്ട കാര്യം, ഡീപ് ബ്രീത്ത് എടുത്ത് ഹോൾഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. സോ അതാണ് ഫർദർ ടീച്ചിങ്ങിന്റെ ആവശ്യമായിട്ടുള്ളത്. Okay, the client should not be instructed to perform the Valsalva maneuver during central venous pressure reading. Such a request indicates that the student needs further teaching. Okay. Fourth question, the nurse is working with another nurse and a patient care assistant. അതായത് ഒരു രജിസ്റ്റേർഡ് നഴ്സും പിന്നെ ഒരു പ്രാക്ടിക്കൽ നഴ്സും പിന്നെ ഒരു കെയർ അസിസ്റ്റന്റും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ക്ലയന്റ് ആയിരിക്കും നമ്മൾ രജിസ്റ്റേർഡ് നഴ്സിന് അസൈൻ ചെയ്യുന്നത്? അതായത് രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, നല്ല നോളജബിൾ ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സ് ആണ് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? പ്രാക്ടിക്കൽ നഴ്സ് വരുന്നത്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ കെയർ അസിസ്റ്റന്റ് ഒക്കെ. അപ്പൊ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റിനെ ആയിരിക്കും നമ്മൾ കെയർ അസിസ്റ്റന്റിനെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ജസ്റ്റ് ഡെയിലി ആക്ടിവിറ്റീസും ജസ്റ്റ് നീഡ്സ് ഒക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റിനെ ആയിരിക്കും ആരെടുക്കുന്നത്? രജിസ്റ്റേർഡ് നഴ്സിനെ അസൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ക്ലയന്റ് 2 days പോസ്റ്റ് അപ്പൻഡക്ടമി കഴിഞ്ഞിട്ടുള്ള പേഷ്യന്റ്, 2 ദിവസമായ പേഷ്യന്റ്. 1 week പോസ്റ്റ് തൈറോയിഡക്ടമി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു. അടുത്ത പോസ്റ്റ് 3 days പോസ്റ്റ് സ്പ്ലീനക്ടമി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞു. 2 ദിവസം പോസ്റ്റ് തൊറക്കോട്ടമി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളതെല്ലാം തന്നെ എന്താണ്? ഈ അപ്പൻഡക്ടമി കഴിഞ്ഞതും തൊറക്കോട്ടമി കഴിഞ്ഞതും സ്പ്ലീനക്ടമി കഴിഞ്ഞതൊക്കെ, തൊറക്കോട്ടമി അല്ല, തൈറോയിഡക്ടമി കഴിഞ്ഞതും സ്പ്ലീനക്ടമി കഴിഞ്ഞതും ഒക്കെ എന്താണ്? മോസ്റ്റ് സ്റ്റേബിൾ പേഷ്യൻസ് ആണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തൊറക്കോട്ടമി കഴിഞ്ഞ പേഷ്യന്റ് ആണ്. തൊറക്കോട്ടമി കഴിഞ്ഞ പേഷ്യന്റ് ആകുമ്പോൾ ലെസ് സ്റ്റേബിൾ ആണ്. സോ ഷുഡ് ബി ടേക്ക് കെയർ ബൈ രജിസ്റ്റേർഡ് nurse. The most critical client should be assigned to the registered nurse. In this case, that is the client 2 days post thoracotomy. Okay. Next, the physician has ordered Prostin E2 gel to induce labor. Labor induce ചെയ്യാൻ വേണ്ടി Prostin E2 gel administer ചെയ്യാൻ പറഞ്ഞു. എങ്കിൽ ആഫ്റ്റർ ഇൻസേർട്ടിംഗ് ദ ജെൽ വിച്ച് ആക്ഷൻ ഷുഡ് nurse ടേക്ക്? അതായത് ജെൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ആക്ഷൻ ആണ് നമ്മുടെ nurse എടുക്കേണ്ടത്? എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത്? റേസ് ദ ഹെഡ് ഓഫ് ദ ബെഡ്, അതായത് പേഷ്യന്റ് കിടക്കുന്ന ബെഡിന്റെ ഹെഡ് എലിവേറ്റ് ചെയ്യുക. അപ്ലൈ നാസൽ ഓക്സിജൻ അറ്റ് 2 liter മിനിമം, അടുത്ത 2 liter per minute. ഹെൽപ്പ് ദ ക്ലയന്റ് ടു ബാത്റൂം. എലിവേറ്റ് ദ client's hips for 30 minutes. ജെൽ ഇൻഡ്യൂസിങ് ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Prostin E2 ജെല്ല് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ ഇൻസേർട്ട് ചെയ്ത ജെല്ല് പുറത്തു പോകാതെയാണ് നമ്മൾ തടയേണ്ടത് അല്ലെ.
അവിടെ ഒരു അരമണിക്കൂറെങ്കിലും ആ ജെൽ ഇരുന്നാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, അബ്സോർബ് ചെയ്യുകയും ലേബർ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുള്ളൂ, കൺട്രാക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഹിപ്പ് അല്ലെങ്കിൽ ബെഡിന്റെ ലോവർ എൻഡ് എലിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹിപ്പ് എന്ത് ചെയ്യുക, എലിവേറ്റ് ചെയ്യുക. ഹിപ്പ് എലിവേറ്റ് ചെയ്യുക 30 മിനിറ്റത്തേക്ക് അരമണിക്കൂറത്തേക്ക് എലിവേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ജെല്ല് പുറത്ത് നഷ്ടപ്പെടാതെ ഇരിക്കുക. അല്ല ഹെഡിന്റെ എലിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ കൂട്ടുക, ബാത്റൂമിൽ കൊണ്ടുപോയി, ഇതൊക്കെ എന്ത് ചെയ്യുക, ആ ജെല്ല് അവിടെ നിന്ന് നഷ്ടപ്പെടാൻ പുറത്തോട്ട് എക്സ്പെൽ ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആണ് കറക്റ്റ്. After inserting the Prosyn E2 gel, the nurse should elevate the client's hip for 30 minutes to prevent loss of gel. Next to sixth question. The nurse is preparing a client for mammography. Mammography ചെയ്യാൻ വേണ്ടി പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യാണ്. To prepare the client for mammogram, the nurse should tell the client എന്താണ് ആ പേഷ്യന്റിനോട് നഴ്സ് പറയേണ്ടത്. To restrict her fat intake for 1 week before the test. അതായത് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ഫാറ്റ് ഇൻടേക്ക് കുറയ്ക്കുക. അടുത്ത to vomit creams, powders or deodorants before the exam. അതായത് മാമോഗ്രഫി ചെയ്യുന്നതിന് മുമ്പ് ക്രീമും പൗഡറും ഡിയോഡറൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. ദാറ്റ് മാമോഗ്രഫി റീപ്ലേസസ് ദ നീഡ് ഫോർ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. അതായത് മാമോഗ്രഫി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. That mammography requires a higher dose of radiation than X-ray. അതായത് എക്സ്റേയേക്കാൾ കൂടുതൽ ഹയർ ഡോസ് റേഡിയേഷൻ മാമോഗ്രഫി വഴി വരുന്നു, അല്ലെങ്കിൽ ആ മാമോഗ്രഫി എന്ന് പറഞ്ഞാൽ കൂടുതൽ റേഡിയേഷൻ ചാൻസ് ഉള്ള ഒരു പ്രൊസീജിയർ ആണ് എന്നാണോ പറയുന്നത്. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. മാമോഗ്രഫി ചെയ്യുന്ന പേഷ്യന്റിനോട് നമ്മൾ എന്താ പറയേണ്ടത്, എക്സാമിനേഷൻ ചെയ്യുന്നതിന് മുന്നേ ക്രീമോ പൗഡറോ ഡിയോഡറൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത്. കാരണം ഇതെന്ത് ചെയ്യാം, റോങ് റിസൾട്ട് തരാം, അതായത് പോസിറ്റീവ് സൈൻ തരാം. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം എന്നാണ് പേഷ്യന്റിനോട് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത്. The client having mammogram should be instructed to vomit deodorants or powders beforehand because these may show up as calcification and may cause a false positive result. അവിടെ ഒരു calcification പോലെ റിസൾട്ട് റോങ് ആയിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് അവോയ്ഡ് deodorants, powders and creams. Which action by the novice nurse indicates a need for further teaching. Further teaching ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. The nurse fails to wear gloves consistently when removing a dressing. ഒരു ഡ്രസ്സിംഗ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ധരിക്കാതെ ഡ്രസ്സിംഗ് റിമൂവ് ചെയ്യുന്നു. The nurse applies an oxygen saturation monitor to earlobe. Earlobe oxygen saturation pulse oximeter earlobe apply ചെയ്യുന്നു. The nurse elevates the head end of the bed to check blood pressure. Blood pressure check ചെയ്യാൻ വേണ്ടി head end elevate ചെയ്യുന്നു. The nurse places an arm in a dependent position to perform finger stick. Finger stick apply perform ചെയ്യാൻ വേണ്ടിയിട്ട് dependent position place ചെയ്യുന്നു. arm dependent position place ചെയ്യുന്നു. ഏതാ correct answer? Option A ആണ്. കാരണം നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഗ്ലൗസ് ധരിക്കാതിരിക്കരുത്. എപ്പോഴും നമ്മൾ ഗ്ലൗസ് ധരിച്ച് വേണം സ്റ്റെറൈൽ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പോയിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ ഇയർ ലോബിൽ പൾസ് ഓക്സിമീറ്റർ കണക്ട് ചെയ്യുന്നത് റൈറ്റ് ആയിട്ട് പോർഷൻ ആണ്. അതുപോലെ ബ്ലഡ് കറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ് ആൻഡ് എലിവേറ്റ് ചെയ്യുന്നത് കറക്റ്റ് പ്രൊസീജിയർ ആണ്. there is no wrong things. And next question, finger stick apply ചെയ്ത് പെർഫോം ചെയ്യുന്ന സമയത്തും ആം ഡിപെൻഡന്റ് പൊസിഷൻ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എ ഗ്ലൗസ് ധരിക്കാതെ ഡ്രസ്സിംഗ് റിമൂവ് ചെയ്യുന്നതാണ് ഫർദർ ടീച്ചിങ് ആവശ്യമായിട്ടുള്ളത്. എപ്പോഴും ഒരു ഫർദർ ടീച്ചിങ് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓപ്ഷനിൽ തെറ്റായിട്ടുള്ള കാര്യം ഏതാണ്, അതായത് റോങ് ആയിട്ട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ റോങ് ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളവിടെ നോക്കേണ്ടത്. വിയർ ഗ്ലൗസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. The nurse who fails to wear gloves consistently when removing dressing needs further teaching. Next one, 8th question. The physician has ordered a Schilling test for a patient with a suspected pernicious anemia. Pernicious anemia suspect ചെയ്യുന്ന പേഷ്യന്റ് ഷില്ലിംഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എങ്കിൽ ഷില്ലിംഗ് ടെസ്റ്റിനൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഏത് വിറ്റാമിന്റെ ലെവലാണ് നമ്മൾ അവിടെ സെയിം ഡേ B12 ആണ് പെർനിഷ്യസ് അനീമിയയുടെ കോസ് എന്നറിയാം. അപ്പൊ B12ന്റെ ഡെഫിഷ്യൻസി നോക്കുന്നതിനൊപ്പം നമ്മൾ വേറെ എന്ത് വിറ്റാമിൻ ലെവലാണ് കൂടെ അസസ് ചെയ്യേണ്ടത് ഏതാണെന്നാണ്. ഫോളിക് ആസിഡ് ആണോ, പിറിഡോക്സിൻ ആണോ, അസ്കോർബിക് ആസിഡ് ആണോ, തൈമിൻ ആണോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി എന്തിന് കാരണമാണ്? പെർനിഷ്യസ് അനീമിയയ്ക്ക് കാരണമാണ്.
The folic acid level is often assessed at time of chilling test is done. Patient with a pernicious anemia often have elevated level of folic acid. Next one. The nurse is assigned to care for a newborn with the physiological jaundice. Physiologic jaundice ഉള്ള ഒരു patient ആണ്. Which action by the nurse would facilitate elimination of the bilirubin? ഇതിൽ താഴെ പറയുന്ന ഏത് ഓപ്ഷൻ ആണ് bilirubin എലിമിനേറ്റ് ചെയ്യുക? അതായത് bilirubin ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇത് ഫിസിയോളജിക് ജോണ്ടിസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് bilirubin ലെവൽ അവിടെ ഡിക്രീസ് ചെയ്യണം. അതിന് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓഫറിംഗ് ദ ന്യൂബോൺ വാട്ടർ ബിറ്റ്വീൻ ഫോർമുല ഫീഡ്സ്. ഫോർമുല ഫീഡ്സിന് ഇടയ്ക്ക് വെള്ളം, വാട്ടർ ഇൻടേക്ക്, ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യുക. മെയിൻറ്റെയിനിങ് ദ ന്യൂബോൺസ് ടെമ്പറേച്ചർ അറ്റ് എ നോർമൽ ലെവൽ 98.6 ഡിഗ്രി സെൽഷ്യസ്, അതായത് നോർമൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. മിനിമൈസിങ് ടാക്ടൈൽ സ്റ്റിമുലേഷൻ, ഡിക്രീസിങ് കലോറിക് ഇൻടേക്ക്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, ഓഫറിംഗ് ദി ന്യൂബോൺ വാട്ടർ ബിറ്റ്വീൻ ഫോർമുല ഫീഡ്സ്. അത് എത്രത്തോളം ഫ്ലൂയിഡ് ഇൻടേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യും? യൂറിൻ എക്സ്ക്രീഷൻ അവിടെ കൂടും. യൂറിൻ എക്സ്ക്രീറ്റ് കൂടുതൽ യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ബിലിറൂബിൻ, നമ്മുടെ ബിലിറൂബിൻ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. കൂടുതലായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്. ബിലിറൂബിൻ ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ ദ കിഡ്നീസ്, ദസ് ദ നീഡ് ഫോർ ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ്സ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുന്നത്. Next to last question, 10th question. A home health nurse is planning for her daily visit. Which client should the home health nurse visit first? ആദ്യം ഏത് പേഷ്യന്റിനാണ് നമ്മൾ ആദ്യം ചെന്ന് വിസിറ്റ് ചെയ്യേണ്ടത്? A client with AIDS being treated with the Foscavir, a client with a fractured femur in a long leg cast, a client with a recent laryngectomy for laryngeal cancer, a client with a diabetes ulcers to the ലെഫ്റ്റ് ഫുട്ട്. ഏത് പേഷ്യന്റിനെ നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്സിജൻ സപ്ലൈയും റെസ്പിറേറ്ററി ട്രാക്റ്റും ലങ്സും ഓക്സിജനേഷനും ബ്രീത്തിങ് പ്രോബ്ലം ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക അല്ലെ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ലെസ് പ്രയോറിറ്റി ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് പേഷ്യന്റ് ആണ്? ഓപ്ഷൻ സി, എ ക്ലയന്റ് വിത്ത് റീസൺ ലാരിഞ്ചെക്ടമി ഫോർ ലാരിഞ്ചിയൽ ക്യാൻസർ. ലാരിഞ്ചെക്ടമി എന്ന പേഷ്യന്റിനാണ് നമ്മൾ ആദ്യം നമുക്ക് പ്രയോറിറ്റി കൊടുത്ത് വിസിറ്റ് ചെയ്യേണ്ടത്. The client with a recent laryngectomy should be seen first because potential airway and nutritional complications caused by surgery. Airway problems ഉണ്ടാകാം, nutritional complications ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ laryngectomy നടന്ന പേഷ്യന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. ഹോം ഹെൽത്ത് നഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഇവിടെ കഴിയുകയാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കാണാത്തവർ അതൊക്കെ കാണുക. തിയറി ക്ലാസ്സസും MCQ ഡിസ്കഷനും എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ എക്സാമിനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂട്ടും. അതിനോടൊപ്പം നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ്റെ ഏത് ടോപ്പിക് ആണോ ക്വസ്റ്റ്യൻ കാണുന്നത് ആ ടോപ്പിക് കൂടെ ഒന്ന് വായിക്കുകയാണെങ്കിൽ കുറെ കൂടെ നിങ്ങൾക്ക് നോളജ് ഇൻക്രീസ് ചെയ്യാനും ഏത് ക്വസ്റ്റ്യൻസ് ആ ഒരു കണ്ടീഷന് കീഴിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. അത്രയും ബോറാകാതെ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും. കൂടുതൽ MCQസിലൂടെ കണ്ടീഷനിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും മടുപ്പ് തോന്നാതെ പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നഴ്സിംഗ് ആസ്പിരൻസ് ട്രിവാൻഡ്രം എന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പ് സെർച്ച് ചെയ്ത് ജസ്റ്റ് ജോയിൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.